കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന റെയിൽവേ നവീകരണ പദ്ധതികൾക്കും ബജറ്റ് വിഹിതത്തിനുമെതിരെ ഉയരുന്ന വിമർശനങ്ങളെ നേരിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒന്നും ലഭിച്ചില്ലെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോ രാഷ്ട്രീയ പ്രവർത്തകനോ കഴിയില്ലെന്ന വലിയ യാഥാർത്ഥ്യം ഏവരും തിരിച്ചറിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ അത്യാധുനികമായ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ ശക്തമായ പ്രതികരണം. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഉപമകൾ നിരത്തി സംസാരിച്ച അദ്ദേഹം വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിനെ കുറിച്ച് വികാരഭരിതനായാണ് സംസാരിച്ചത്. ആമയുടെ മുട്ടയുടെയും തേങ്ങയുടെയും കാര്യങ്ങളൊക്കെ വഴിയെ എല്ലാവരുടെയും ജീവിതാനുഭവത്തിലേക്ക് പകർന്നെടുക്കാൻ സാധിക്കുമെന്നും പ്രഖ്യാപിക്കപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പിലായില്ലെങ്കിൽ അന്ന് ചോദ്യം ചെയ്തോളൂ, ഇനി ഞാൻ ശവപ്പറമ്പിലാണെങ്കിൽ അവിടെ വന്ന് ചോദ്യം ചെയ്തോളൂ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സദസ്സിനെ അമ്പരിപ്പിക്കുകയും അതേസമയം അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തെ അടയാളപ്പെടുത്തുകയും ചെയ്തു. വികസന കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. 2014 മുതൽ കേരളത്തിലെ റെയിൽവേ മേഖലയിൽ ഉണ്ടായ അഭൂതപൂർവമായ വളർച്ചയെ അക്കമിട്ട് നിരത്തിയാണ് മന്ത്രി സംസാരിച്ചത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ 125 കിലോമീറ്ററിലധികം പുതിയ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കാനും സംസ്ഥാനത്തെ കണക്ടിവിറ്റി ശക്തിപ്പെടുത്താനും കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട്. കാര്യക്ഷമതയുടെയും സുസ്ഥിരതയുടെയും വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് കേരളം ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയിൽ മാറിയെന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്.